അപ്പോൾ നമ്മുടെ ഡേ 1 സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു, റെഡിയായി. നമ്മുടെ വേണ്ടാത്ത ബാഗെല്ലാം പാക്ക് ചെയ്ത് ടെൻറ്റ് കയറ്റി. കൊളാബ് ചെയ്യണേ. ഇത് ഞാൻ റീലിടാനല്ല, ഇത് ഞാൻ ചുമ്മാ എടുത്ത് വെക്കുന്നേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ അവിടുത്തെ ബസ്സിൽ കയറി 1 കിലോമീറ്റർ ബസ്സിൽ പോകണം. അത് കഴിഞ്ഞ് നമ്മൾ ബാക്കി നമ്മുടെ ട്രക്ക് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ എന്ത് കുപ്പിയൊക്കെ വെച്ചോ? കുപ്പി ഒരു കുപ്പി എടുത്താൽ പോലെ, എന്ത് 2 കുപ്പി വെള്ളം വണ്ടി? ഇത്ര വെള്ളം വേണോ? പുള്ളി 2 കുപ്പി വെള്ളമൊക്കെ എടുത്ത് വരുന്നുണ്ട്. വണ്ടിയില്ലേ? വണ്ടിക്കല്ലേ പോണ്? ആ എല്ലാവരും അത്യാവശ്യം ഡ്രസ്സും ലേസൊക്കെ എടുത്തിട്ടു. എൻ്റെ കയ്യിലാണൊരു വലിയ ബാഗുണ്ട്, വേറെ ഒന്നും കയ്യിൽ ഇത്ര വലിയ ബാഗില്ല. എൻ്റെ കയ്യിലാണെങ്കിൽ എൻ്റെ ബാഗുണ്ട്, വലിയ ബാഗുണ്ട്, ട്രക്കിംഗ് ബാഗ്. വേറെ കയ്യിൽ കുഞ്ഞു കുഞ്ഞു ബാഗേ ഉള്ളു. എനിക്കെന്താ ഇത്ര സാധനമുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഞാൻ കുറെ സാധനം ഒഴിവാക്കി, എന്നിട്ട് എനിക്ക് ഇത്ര സാധനം ഉണ്ട്. എന്ത് എന്നോട് പട്ടിയും പോണ്. അപ്പൊ നമ്മള് ബസ്സിൽ കയറാൻ പോവാണ്. അതെ, ഷിബില് 2 കുപ്പി വെള്ളം കൊണ്ട് പോണ്. അപ്പൊ നമ്മള് പോകുന്ന സ്ഥലം ഇതാണ്, ആപ്പിൾ റിട്രീറ്റ് സംഗ്രി ബേസ് ക്യാമ്പ്. ഇവിടുന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി 6400 ഫീറ്റ് ഹൈറ്റിലാണ്. അപ്പൊ നമ്മള് ആ കാണുന്ന മലയിലോട്ടം കണ്ടിട്ട് പോകണമെന്ന് തോന്നുന്നു. എവിടോട്ടാണെന്ന് അറിഞ്ഞൂടാ, പോകുമ്പോ അറിയാം. ഇവിടെ ഭയങ്കര ഡസ്റ്റിയാണ്, ഫുള്ള് ഡ്രൈ ആയിട്ട് പൊടിയായിട്ട് കിടക്കാണ്. വീണ്ടും അർഫാന. ഇവിടുന്ന് 1 കിലോമീറ്റർ നമ്മള് ട്രാവലറിൽ പോകുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മള് നടക്കാൻ സ്റ്റാർട്ട് ചെയ്യും. ഇതിൽ കുറെ നോർത്ത് ഇന്ത്യൻസ് ആളുകളും എല്ലാരും ഉണ്ട്. നമ്മളെല്ലാം ഒന്നിച്ചാണ് പോകുന്നത്. അവിടെ നിക്കോളാസ് വരുന്നു. നിക്കോളാസിന് സീറ്റില്ലാത്ത നിക്കോളാസ് അവിടെ നിൽക്കാൻ പോകാൻ തോന്നുന്നു. നിക്കോളാസ് കുറെ ബാഗ് തൂക്കി വന്നിരിക്കണേ. വണ്ടി നിറച്ചാളാണ്. നമ്മളെന്നിട്ട് നമ്മുടെ ട്രാവലർ കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആകെ 1 കിലോമീറ്റർ എന്നാണ് പറഞ്ഞത്. ഇച്ചിരി നേരെ ആയുള്ളൂ ഇറങ്ങി. ഞാനാ നിക്കോളാസിന്റെ ഉടുപ്പും ജാക്കറ്റും ഇടിപ്പിച്ച് നമ്മള് ലേറ്റായി. നമ്മുടെ കൂടെ ഉള്ളവരെല്ലാം കയറിപ്പോയി. ഇപ്പൊ നമ്മളും കയറിപ്പോവാണ്. നമ്മളിപ്പോ അതെ അപ്പൊ നമ്മുടെ ഗ്രൂപ്പാണ്. നിക്കോളാസ് കമോൺ, വെൽക്കം. ഇവിടെ മറ്റേ കോവർ കഴിച്ചിട്ട് കഷ്ടം തോന്നുന്നു. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് നമ്മൾ നടക്കാൻ പോകുന്നത് 4 കിലോമീറ്റർ ആണ്. അറൌണ്ട് 2 PM to 3 PM ആകുമ്പോൾ നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ക്യാമ്പിൽ ചെല്ലും. സോ ടുനൈറ്റ് നമ്മൾ ക്യാമ്പ് ചെയ്യുന്നത് അവിടെ ആയിരിക്കും. കുറച്ച് സ്റ്റീപ്പ് കയറ്റാൻ തോന്നുന്നു. ആൻഡ് വി ആർ ഗോണ ഡു ദിസ്. 6200 ഫീറ്റ് ഹൈറ്റിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ട്രെയിനിലായാലും ഇഷ്ടംപോലെ ആളുണ്ട്. ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. ശ്വാസം എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ. കഴുതകള് ലഗേജ് കൊണ്ട് പോവാണ്. കഴുതിയൊക്കെ വേഗം കയറിപ്പോ, നമുക്കാണ് കയറാൻ ബുദ്ധിമുട്ട്. അതെ, we are going up. ഇച്ചിരി കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് ചൂടുന്നത്. ഞാൻ ജാക്കറ്റൊക്കെ ഊരി മാറ്റി. ജാക്കറ്റും ഗ്ലൗസും എല്ലാം ഊരി ചൂടെടുത്തിട്ട്. ഇപ്പൊ നല്ല വെയിലുണ്ട്. വെയിലുള്ള സ്ഥലത്ത് വന്ന് നമ്മൾ മാത്രമല്ല ഇഷ്ടംപോലെ ആളുകളുണ്ട്. നമുക്ക് കുറച്ചധികം ആളുകളുണ്ട്. അല്ലേ, കോവറുകളുടെ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോകുന്നു. അവിടെ ചെക്കന്മാരെ മുഴുവൻ ഞാൻ ബാഗ് എടുത്തിട്ട് തരാം, മേലെ കൊടുത്താൽ 400 തരാം. നമുക്കെല്ലാം ആവശ്യമില്ല. പിന്നെ എൻ്റെ കയ്യിലുള്ള സ്കാർഫൊക്കെ ഒരു ബാഗിനകത്ത് വെച്ചു. ജാക്കറ്റ് എടുത്ത് അരയിൽ കെട്ടി. ഞാൻ കൂടെ നടക്കുമ്പോൾ കുറച്ച് ചൂട് തോന്നും. ഇനിയും ഉച്ച കഴിയണം മിക്കാറും തണുപ്പാവണമെങ്കിൽ. അങ്ങോട്ട് വരെ മഞ്ഞുണ്ട് ആവും. ഇവിടെ നിന്ന് നോക്കിയിട്ട് ഇവിടെ എല്ലാം വരണ്ട് കിടക്കണം. ഇവിടെ നിന്ന് ഒരു മഞ്ഞും കാണുന്നില്ല. പക്ഷെ മഞ്ഞുണ്ട്, ഭയങ്കര തണുപ്പാണെന്നൊക്കെയാണ് നമ്മൾ കേട്ടത്. ഒരാഴ്ച മുന്നേ വന്നവർ നമ്മൾ അങ്ങനെയാണ് പറഞ്ഞത്. സോ വി ഹോപ്പ് സോ. നമ്മൾ കയറാൻ തുടങ്ങിയുള്ളൂ.
പക്ഷെ എല്ലാവരും ഓൾറെഡി റെസ്റ്റ് എടുക്കാൻ തുടങ്ങി. എൻ്റെ 2 സൈഡും കഴുതയാണ്. അപ്പുറം കഴുത ഇപ്പുറം കഴുത. ഓക്കെ, ഐ വിൽ ഗീവ് മോർ അപ്ഡേറ്റ്സ്. അങ്ങോട്ട് നോക്ക്, കണ്ട അവിടെ അങ്ങ് മഞ്ഞുണ്ട് ആ മലയുടെ മണ്ടയ്ക്കൊക്കെ. അവിടെ എങ്ങോട്ടെങ്കിലും കയറി നമ്മൾ പോകണം. നമുക്ക് അറിഞ്ഞുകൂടാ എങ്ങോട്ടാണ് പോകണമെന്ന്. കയ്യിലൊരു മുള്ളുണ്ട് നിളയ്ക്ക്. ഓക്കെ, ഫീലിംഗ് ഗ്രേറ്റ്, ഫീലിംഗ് ഗുഡ്. നമ്മുടെ ഷെരീഫ് ദ എക്സ്പ്ലോറർ ബാക്കി എല്ലാവരും നടന്നു വരുന്നുണ്ട്. ഇപ്പം ചൂടെടുക്കാൻ തുടങ്ങി, നല്ല ചൂടുണ്ട്. ഇപ്പം വെയിലടിക്കാൻ തുടങ്ങി. ഞാൻ എല്ലാം ഇപ്പോൾ ഒരു സെറ്റ് ഷർട്ട് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഹിയർ ഈസ് ദ വ്യൂ. ഇവരൊക്കെ നമ്മൾ ഇന്നലെ ട്രെയിനിൽ കണ്ട ആളുകളാണ് കേട്ടാ. ഇന്നിപ്പോ നമ്മളുണ്ട്. ഇപ്പം നമ്മൾ കുറച്ച് ടയറിങ് ഫേസിലെത്തി. ഇപ്പം ആളുകൾ സെപ്പറേറ്റഡായി. ഒത്തിരി ക്ഷണിച്ചൊരു ബാക്കിലായി, കുറച്ച് ക്ഷണിച്ചുള്ളൊരു ഫ്രണ്ടിലായി. ഞാനിവിടെ എനിക്ക് അറിഞ്ഞു, എൻ്റെ ഫ്രണ്ടിൽ ആളുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ ബാക്കിൽ കുറച്ച് ആളുകളുണ്ട്. ഞാനിവിടെ ഇരിക്കാണ്ട് ഇങ്ങനെ പതുക്കെ 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 കയറിക്കൊണ്ടിരിക്കുകയാണ്. സ്പീഡിൽ പോയാൽ റെസ്റ്റ് എടുക്കാണ്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് പതുക്കെ കയറാണ്. അപ്പോൾ ചിലപ്പോൾ എന്നാലും ചിലപ്പോൾ റെസ്റ്റ് വേണ്ടി വരും. പക്ഷേ ലെസ് ഫ്രീക്വൻ്റ്ലി മതിയാവും. സിക്കാൻ സി ആൾ വരുന്നേ ഉള്ളൂ. എൻ്റെ ഫ്രണ്ടിലും കുറച്ച് ആളുകൾ കയറി പോകണ്ടേ. കയറ്റം കയറുന്നതോറും ബോഡി ഇടാവുന്നുണ്ടെങ്കിലും അതിനനുസരിച്ച് കുറച്ച് തണുപ്പും കൂടി വരുന്നതായിട്ട് തോന്നുന്നുണ്ട്. സി നമ്മുടെ കൂടുതൽ ആൾ വരുന്നേ ഉള്ളൂ തോന്നുന്നു. ഇവിടെ കുറച്ച് ഷോപ്സൊക്കെ ഉണ്ട്. ഞാൻ കുറച്ച് നേരം ഇവിടെ കുറച്ച് വെയിലുള്ളിടത്തിരിക്കാമെന്ന് വിചാരിച്ചു. I'm gonna sit here for a while until they come. ഇത് നമ്മുടെ 1200 ആണ് നമ്മുടെ ഒരു ബാഗ് കൊണ്ടുപോകാൻ പറഞ്ഞത്. ഈ മ്യൂൾസിൻ്റെ പുറത്ത് വെച്ച് കൊണ്ടുപോയി ഒരു ബാഗ്സ്. അച്ചാർ എന്തൊക്കെയോ സാധനം, ഫുഡ് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം അതിൻ്റെ പുറത്താണ് കൊണ്ടുപോകുന്നത്. ഇത് അരി, സവാള, അച്ചാർ, എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. ഇവിടെയൊക്കെ മാഗി എന്തൊക്കെയോ കിട്ടുന്ന ഷോപ്സൊക്കെ ഉണ്ട്. ഇത് ടീ സ്റ്റാൾ, പോസ്ല. ഈ സ്ഥലത്തിൻ്റെ ഒരു പോസ്ല എന്നാണ് തോന്നുന്നു. ഈ ഇടയ്ക്കുള്ള എന്തൊരു പോയിൻ്റാണ് പോസ്ല. താഴേന്ന് മ്യൂൾസൊക്കെ വരണുണ്ട്. ആളുകളും കയറി വരുന്നുണ്ട്. നമ്മുടെ കൂടെയുള്ള ആളുകളെയൊന്നും കാണില്ല. അവർ വരുന്നവരെ ഇവിടെ വെയിറ്റ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. നമ്മൾ റോഡ് ജ്യൂസൊക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് ലാപ്പ് തുടങ്ങിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ 1.5 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്തു. 1.5 കിലോമീറ്റർ. ഇനി 2.5 കിലോമീറ്റർ ഉണ്ട് ജുഡാക്ക താലൂക്ക് ചെല്ലാൻ. അപ്പൊ വിവേക് പിന്നെ വന്നിട്ട് വിവേക് എഴുന്നിട്ട് വാ. വിവേക് ഞാൻ വരാം. ഇപ്പൊ അവിടെ അരമണിക്കൂർ ഇരുന്നിട്ടാണ് വന്നത്. ഇതേ വിവേക് ഇപ്പൊ എഴുന്നിട്ട് ഓടുന്നു. ഇനി ഇവിടുന്ന് ഷൂക്കന്ന് ഓടും. ഇനി 1 കിലോമീറ്റർ അപ്പുറം എന്നിട്ട് വിവേക് ഇരിക്കുള്ളൂ. മൃഗങ്ങളും മനുഷ്യരും എല്ലാവരും ഇതിൽ നിന്ന് വെള്ളം കടിക്കുന്നുണ്ട്. ഇതാണ് ശരിക്കും ഹിമാലയൻ മിനറൽ വാട്ടർ. ഹിമാലയത്തിൽ നിന്ന് വരുന്ന മിനറൽസ് ഉള്ള നല്ല പ്യുവർ വാട്ടർ. അപ്പോൾ നമുക്ക് ഇച്ചിരി കുടിച്ചോക്കാം. ദിസ് വിൽ ബി റിയലി ഗുഡ്. ഇത് കുറച്ച് കുടിക്കാം. എനിക്കും ജലദോഷം പോലെ ഉണ്ട്. ജലദോഷം അല്ല ഇത്, പക്ഷേ ഇങ്ങനെ മൂക്കിൽ നിന്ന് എപ്പോഴും വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. I don't know why, but it's happening like that. ഇത് കുറച്ച് കുടിക്കട്ടെ ഈ വെള്ളം. എൻ്റെ മോനെ സൂപ്പർ തന്നെ. നിർത്തിയിട്ട് കുടിക്കാം. പുള്ളി ഇവിടെ കണ്ടൊരു പഴയ പാലത്തിൽ കൂടെ കയറി വീഡിയോ എടുക്കാൻ വേണ്ടി നടക്കാണ്. പുള്ളിയുടെ വീഡിയോ അവന്മാർ അവിടെ നിന്ന് എടുത്തു കൊടുക്കാണ്. ക്ലോസപ്പോ എടുക്കാം. അവിടെ ഒത്തിരി കുരങ്ങന്മാരിപ്പുണ്ട്. ഒത്തിരി ദൂരമാണ്, അത് കാണത്തില്ല. ഈ മലമണ്ടയ്ക്ക് വനത്തിലുള്ള കുരങ്ങന്മാരാണ് അതൊക്കെ.
ഇങ്ങനെ ബ്ലാക്ക് കളർ ഫേസുള്ള ഒത്തിരി ഫറുള്ള ടൈപ്പ് മങ്കീസാണ്. ആൻഡ് വി ആർ ഗോയിങ് അപ്പ്. ഒറ്റയിലയിൽ ഈ മരത്തിലൊന്നും. ഇതെന്തോ പൂവാണെന്ന് തോന്നണം ഈ മരത്തിൻ്റെ. ഐ എം സോറി, ഫോക്കസ് ആവുന്നില്ല. ദിസ് ഈസ് ഇറ്റ്. Okay, there are the snow-capped mountains. नहीं मालूम, और कैंप साइट क्या जैसा दिखता है, मे बी, आई डोंट नो. ഇത് ജുഡക്കാത്താലബാണെന്ന് തോന്നണോ, ഒരു ക്യാമ്പ് സൈറ്റാണ്. പക്ഷേ ഇഫ് ദിസ് ഈസ് ജുഡക്കാത്താലബ്, ഐ എം എ ലിറ്റിൽ ഡിസപ്പോയിൻറ്റഡ്. ഒരു സ്നോയും കാണുന്നില്ല. ആൻഡ് ദിസ് ഈസ് നോട്ട് ലോങ് ഇനഫ്. സമയം 12:30 ആയതേ ഉള്ളൂ. ഓ, ഐ കാണ്ട് സീ. യാ, ആൻഡ് വി ഓൾറെഡി റീച്ച്ഡ് ഹിയർ. നമ്മൾ 2 മണിയാകുമ്പോഴത്തേനും എത്തുമെന്നാണ് പറഞ്ഞത്. ഐ ഡോണ്ട് നോ ഇഫ് ദിസ് ഈസ് എ പ്ലേസ്, ബട്ട് ഐ ഡിഡ്ന്റ് walk long enough. I'm not tired. I don't know. Anyway, this place looks beautiful, but snow illa. Yep. ഇവിടെ അവിടെയൊക്കെ ആയിട്ട് കുറച്ച് സ്നോ കാണാൻ തുടങ്ങുന്നുണ്ട്. ഇത് ജുഡക്ക താലബല്ല, ബാബാക്ക താലബാണെന്നാണ് ഇവർ പറയണത്. You see, ഇവിടെ കുറച്ച് സ്നോ ഉണ്ട്. ലുക്സ് ലൈക്ക് the landscape is changing slowly. How? Okay, great. എന്തായാലും മഞ്ഞുവാരി എറിയാണ് മേലോട്ട്. Here is the snow. ഇതൊന്നും അല്ല, നീ അങ്ങോട്ട് ചെല്ലുമ്പം ഇതിനേക്കാൾ കൂടുതൽ സ്നോ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ വി സക്സസ്ഫുള്ളി ഫിനിഷ് ടുഡേസ് ട്രക്ക്. നമ്മൾ 4 മണിക്കൂർ അല്ല, സോറി 4 മണിക്കൂറെല്ലാം എടുത്തു. നടന്ന് 4 കിലോമീറ്റർ നടന്ന് ജുഡ ക്യാമ്പിൽ എത്തിയിരിക്കുകയാണ്. 8530 അടി മുകളിലാണ് ഈ ക്യാമ്പ് ഉള്ളത്. നമ്മൾ 6000 അടിയിൽ നിന്ന് അറൗണ്ട് 2000 ഫീറ്റ് എബോ ആണ് ഇപ്പം ഈ ക്യാമ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിടത്തുന്നു. എല്ലായിടത്തും കാക്കയുണ്ട്. ഏതായാലും കാക്കല്ലേ ഇത്? കാക്ക തന്നെയാണ്. കാക്ക പോലത്തെ തന്നെയാണ്. കാക്കയുടെ ഒക്കെ തൊണ്ടടച്ച പോലെ ഉണ്ട് കാക്ക അലക്കുന്ന കേട്ടിട്ട്. തണുപ്പ് കാരണം കാക്കയുടെ തൊണ്ടടച്ചിരിക്കുകയാണ്. ഇവിടുത്തെ വ്യൂ നോക്ക. ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ വ്യൂ. അതെ, നിങ്ങളിത് കാണുന്നുണ്ടോ? നമ്മൾ ജുഡക്ക താലബ് എത്തിയെന്ന് വിചാരിച്ചെങ്കിലും നമ്മുടെ ക്യാമ്പ് ഇവിടെങ്ങും അല്ല. ഇനിയും കുറേ അങ്ങോട്ട് കയറി പോകാനുണ്ട്. നമ്മൾ ക്യാമ്പ് എത്തിയെന്ന് വിചാരിച്ചായിരുന്നു. ഒരു 10-15 മിനിറ്റ് കൂടെ നടക്കാണ്ടതാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. അതെ, നടക്കാം. ഓക്കെ ഗൈസ്, നൗ വി ആർ അറ്റ് 9200 ഫീറ്റ്. തിരിഞ്ഞു പോയി, ഐ എം സോറി. ആൻഡ് I think this is where we are going to camp today. മഞ്ഞിൻ്റെ ഇടയിൽ. രാത്രി നല്ല തണുപ്പാവും ഫോർ ഷുവർ.